പത്തനംതിട്ട സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിൻ്റെ ഫോണിലേക്ക് ഈസ്റ്റ് ഫോർട്ടിലെ മാനേജർ വിളിച്ചിട്ട് 25 ലക്ഷം രൂപ അബി അവിടുന്ന് മേടിച്ചതായും കൃത്യസമയത്ത് തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്, അത് സ്റ്റാഫിന് കൊടുക്കാൻ വെച്ച സാലറി തുകയാണെന്നൊക്കെ ആദർശിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. ഇതുവരെ തിരിച്ചു കിട്ടിയില്ല എന്നും കൂടി ആദർശിനെ അറിയിക്കുമ്പോൾ, ഇങ്ങനൊരു പണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതായിരുന്നു എന്ന് ആദർശ് പറയാണ്. സർ, പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം, ഇനിയിപ്പോൾ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റെവിടെന്നെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ആദർശ്. അത് കഴിഞ്ഞിട്ട് അബിയെ വിളിക്കുകയാണ്. ഫോണിലാണ് വിളിക്കുന്നത്. ആ സമയത്ത് നവ്യയുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അബി. എന്താ ഏട്ടാ കാണണമെന്ന് പറഞ്ഞെന്ന് അബി ചോദിക്കുമ്പോൾ, ഒരേ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫോണിലൂടെ കാര്യങ്ങൾ പറയണോ, നീ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയണം. അത് പ്രകാരം തന്നെ അബി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈസ്റ്റ് ഫ്രോട്ട് ബ്രാഞ്ചിൽ നിന്ന് നീ എന്തിനാ 25 ലക്ഷം രൂപ മേടിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയണേ. നിന്റെ ആവശ്യങ്ങൾക്കുള്ള തുക മാസം മാസം നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ തുക മേടിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും എന്താ അവിടെയെന്ന് ചോദിച്ചും കൊണ്ട് ജലജയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ ഈസ്റ്റ് ഫ്രോട്ട് ബ്രാഞ്ചിൽ നിന്നും 25 ലക്ഷം രൂപ ഇവൻ മേടിച്ചിട്ടുണ്ട്. അത് സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാലറി ആയിരുന്നു. അവനിത് എന്ത് ചെയ്തു, എവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവനിപ്പോൾ ഒരു ഭാര്യയും കുടുംബവും ഉണ്ട്, നിനക്കറിയാലോ അവൾ കുറച്ച് തലതിരിഞ്ഞവളാണ് എന്ന്. അതുമാത്രമല്ല അവർക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ കാണുമല്ലോ എന്ന് പറയുമ്പോൾ, എന്താ ആവശ്യം എന്നുള്ള കാര്യം നേരിട്ട് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ മുത്തശ്ശൻ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? അച്ഛൻ ഇവനെ ചോദ്യം ചെയ്യുന്നതിൽ കാര്യമുണ്ട്, പക്ഷേ നീ എന്ത് അധികാരത്തോട് കൂടിയിട്ടാണ് ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ആദർശ്, ഞാൻ ആരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നില്ല, നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞോളൂ. ഇത് ആദ്യത്തെ തവണയല്ല, ഒരുപാട് തവണയായി എന്നൊക്കെ പറയുമ്പോൾ, ഇത്തവണത്തേക്ക് നീ അബിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിനക്കറിയാലോ മുത്തശ്ശിന് ഇവനെ കണ്ണിന് നേരെ കണ്ടൂടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവിടുന്ന് പടി ഇറക്കി വിടുമെന്ന് പറയുമ്പോൾ, ഇറങ്ങി പോവട്ടെ എന്നാണ് കേട്ടോ ആദർശ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടി ഇവിടുന്ന് ഇറങ്ങാം എന്ന് ജലജ പറയുന്നുണ്ട്. എപ്പോഴും എന്തിനാ ഇങ്ങനെ അവനെ ന്യായീകരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ ഒരിക്കലും നന്നാവാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആദർശേ, ഇത്തവണത്തേക്ക് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം സാലറി ലേറ്റായി സ്റ്റാഫിന് ആദ്യമായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ മുത്തശ്ശന് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനൊന്നും പറയുന്നില്ല കേട്ടോ. തുടർന്ന് അങ്ങോട്ടേക്ക് ആദർശും അതുപോലെ തന്നെ അമ്മയും കൂടി വരികയാണ്. എന്നിട്ട് മോനെ, ഞാൻ അറിയാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ നടന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശ സംഭവം എന്ന് ആദർശ് ചോദിക്കുമ്പോൾ, ഈസ്റ്റ് ഫ്രോട്ട് ബ്രാഞ്ചിലെ സ്റ്റാഫിന് സാലറി കൊടുത്തിട്ടില്ല, ഇന്ന് 7-ാം തീയതിയായി, 25 ലക്ഷം രൂപ മറച്ചു, അതെന്താ സംഭവിച്ചത്, നീയാണ് എനിക്കതിന് ഉത്തരം തരേണ്ടതെന്ന് ആദർശിനടുത്ത് ചോദിക്കുമ്പോൾ, അത് മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അബിയും അതുപോലെ ജലജയും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പണത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് ജലജയ്ക്കും അബിക്കും മനസ്സിലാവുന്നതോട് കൂടിയിട്ട് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആദർശാണെങ്കിൽ അബിയെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശവുമായിട്ട്, അത് ഞാൻ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു എന്ന് പറയണേ. നിനക്ക് എന്താവശ്യമാണ് 25 ലക്ഷം രൂപയുടെ എന്ന് നമ്മുടെ അബിയുടെ അമ്മയും ചോദിക്കുന്നുണ്ടേ. മുത്തശ്ശ, പൈസ വേറെ എടുത്തിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു എന്നും കൂടി പറയുന്നുണ്ട്. നിന്നെ വിശ്വസ്തയോട് കൂടിയിട്ടാണ് ഞാൻ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നെ MD സ്ഥാനത്ത് ഇരുത്തിയത് അപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ നീ കമ്പനി കൊണ്ടു നടക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ നീ അത് തെറ്റിച്ചു എന്ന് പറയാണ് കേട്ടോ. ആദർശ് ഇങ്ങനൊരു കള്ളം പറയുമ്പോൾ നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആരെയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് നിനക്കുള്ള അവസാനത്തെയും ആദ്യത്തെയും വാണിംഗ് ആണ്. നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും എനിക്ക് കേൾപ്പിച്ചിട്ടില്ല. മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും സംരക്ഷിക്കുന്ന ആളും നീയും ഒരേ സമയം പുറത്താകും. ഇനി MD സ്ഥാനത്ത് നിന്നെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നയനമോളും കൂടി ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നയനയ്ക്കും MD സ്ഥാനം കിട്ടിയെന്ന് അറിയുമ്പോൾ ശരിക്കും അവിടെയുള്ള എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. നീ ഇനിയും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വിശ്വാസവഞ്ചന നടത്തുവാനാണ് നിന്റെ പദ്ധതി എങ്കിൽ നിന്റെ സ്ഥാനത്ത് അവിടെ നയനമോള് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പം നയനയും നിന്റെ കൂടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഞാൻ വിടുകയാണ്. നിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും പോക്കും ഒക്കെ നോക്കിയിട്ട് അവിടെ നയനമോളെ മാത്രം സ്ഥാപിക്കണോ എന്ന് വേണ്ട കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുമെന്ന് പറയാണ് കേട്ടോ. ഇനി
അങ്ങനെ മൂർത്തീസ് ജ്വല്ലറീൻ്റെ തലപ്പത്ത് ഇനി ആദർശും നയനയും ഒരുമിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.